ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എല്ലാ പ്രിയപ്പെട്ട യേശുനാമത്തിലുള്ള എന്റെ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. യെശയ്യാ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 5-ാം വാക്യത്തിലൂടെ അതിനെ കാണുന്നു. ഇത് സൃഷ്ടാവാകുന്നു നിന്റെ കർത്താവ്, സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു അവന്റെ നാമം. ഇസ്രായേലിന്റെ പരിശുദ്ധനാകുന്നു നിന്റെ വീണ്ടെടുപ്പുകാരൻ, സർവ്വഭൂമിയുടെയും ദൈവം എന്ന് അവൻ വിളിക്കപ്പെടും. സർവ്വഭൂമിയുടെയും ദൈവം എന്ന് അവൻ വിളിക്കപ്പെടും. ദേവം, ദേവി, ആത്മാവ് 3 ഘടകങ്ങളാണ്. എന്നാൽ മനുഷ്യൻ ഒന്നാണ്. ഒരു മനുഷ്യനിൽ ദേവം, ദേവി, ആത്മാവ് എന്നീ 3 അനുഭവങ്ങൾ അടങ്ങിയിരിക്കുന്ന പോലെ ദൈവം ഏകനാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ 3 അനുഭവങ്ങൾ ചേർന്നാണ് മനുഷ്യൻ ദൈവവും ചെയ്യും. ദൈവം പറയുന്നു, ഞാൻ എന്റെ രൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനുണ്ടാക്കി. ഹല്ലേലൂയ. 3 കാലഘട്ടങ്ങൾ ഞാൻ ഇതിലേക്കൊന്നും പോകാൻ ആഗ്രഹിക്കുന്നില്ല. അല്പ വ്യത്യസ്തമായി ഇന്നൊരു പകൽ നിങ്ങളോട് സംസാരിക്കണമെന്ന് ആഗ്രഹം. യെശയ്യാ 48:17 വായിക്കാം. യെശയ്യാ പുസ്തകം 48-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം. ഇസ്രായേലിന്റെ പരിശുദ്ധനും നിന്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ശുഭകരമായി പ്രവർത്തിപ്പാൻ നിന്നെ അഭ്യസിപ്പിക്കുകയും പോകേണ്ടുന്ന വഴിയിൽ നേരായ പാതയിൽ നടത്തുകയും ചെയ്യേണ്ടതിന് നിന്റെ ദൈവമായ യഹോവ ഞാൻ തന്നെ. അയ്യോ, നീ എന്റെ കൽപ്പനകളെ കേട്ടനുസരിച്ചെങ്കിൽ കൊള്ളായിരുന്നു. ശ്രദ്ധിക്കണമേ, ശുഭകരമായി പ്രവർത്തിക്കുവാനായിട്ട് നമ്മെ നേരെയുള്ള പാതയിൽ നടത്തുന്ന ദൈവം എന്ന് പറയുന്നത് ഒരു മനുഷ്യന് ലോകത്തിലേക്ക് ജീവിക്കണമെന്ന ആഗ്രഹം. ഹല്ലേലൂയ. ആ ആഗ്രഹങ്ങളെ, അഭിലാഷങ്ങളെ തടയുന്ന ഒരു വ്യക്തി എത്രയാണ്. അപ്പൊ നമ്മുടെ സ്വാതന്ത്ര്യം ജീവിക്കാൻ പറ്റത്തില്ലേ? ക്രിസ്തുവിന്റെ സ്വന്തം സാക്ഷാൽ സ്വന്തം നേടിയിരിക്കുന്നേ. ഇതായിരിക്കും മനുഷ്യസഹജമായ ജീവിതത്തിൽ പൊങ്ങി വരുന്ന ആഗ്രഹങ്ങൾ. പക്ഷെ അങ്ങനെയല്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അനുസരിച്ച് ജീവിക്കണം എന്ന് ദൈവത്തിന്റെ ആഗ്രഹം. അമ്മയപ്പന്മാർ എന്റെ കുഞ്ഞ് നന്നായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പോലെ ജീവനും ശ്വാസവും നൽകിയ ദൈവത്തിന് ഞാനും നിങ്ങളും അവന്റെ സ്ഥലം വിശ്വസ്തയോട് ഇരിക്കണം എന്നത് ദൈവത്തിന്റെ ഭയങ്കര ആഗ്രഹമാണ്. ഹല്ലേലൂയ. ഹോശേയ പുസ്തകം 2-ാം അധ്യായം 19-20 വാക്യത്തിലേക്ക് കടക്കുക. ഹോശേയ പുസ്തകം 2-ാം അധ്യായം 19-20. ഞാൻ നിന്നെ സദാകാലത്തേക്ക് എനിക്ക് വിവാദം നിശ്ചയിക്കും. അതെ, നീതിയോടും ന്യായത്തോടും ദയയോടും കരുണയോടും കൂടെ നിന്നെ എനിക്ക് വിവാദത്തിൽ നിശ്ചയിക്കും. ഞാൻ വിശ്വസ്തയോടെ നിന്നെ എനിക്ക് വിവാദത്തിൽ നിശ്ചയിക്കും. നീ യഹോവയെ അറിയുകയും ചെയ്യും. അതായത് പറഞ്ഞത്, നമ്മുടെ ആഗ്രഹം അടിച്ചു പൊളിച്ച് ജീവിക്കണം എന്നാണ്. പക്ഷേ ആത്മാവ് നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ? നമ്മൾ ലോകത്തിലേക്ക് വീണു പോകുമോ എന്ന് ഭയപ്പെട്ടിട്ട് ആത്മാവ് ചില അതിൽ വരുമ്പോൾ ചെയ്യും. ഈ മക്കൾ തെറ്റിപ്പോകാതിരുന്ന എന്റെ കുഞ്ഞിനെ കണ്ടോ? അല്പസമയം വൈകാൻ ചോദിക്കും, എന്തിനാ? ആ കുഞ്ഞിനെ അധികം സ്നേഹിക്കുന്നുണ്ടാണ് അമ്മയപ്പന്മാർ അന്വേഷിക്കുന്നത്. അല്ലെങ്കിൽ അവർ വരുന്നതാണ്. ഇതുപോലെ ദൈവാത്മാവും നാം അകന്നുപോകാതിരിക്കേണ്ടതിന് നമ്മുടെ വഴികളിൽ, നമ്മുടെ യാത്രയിൽ, നമ്മുടെ ജീവിത മേഖലകളിൽ അവന്റെ ആഗ്രഹത്തെ നമ്മുടെ മേൽ പറയുക മാത്രമല്ല, പിന്നെയോ നമ്മുടെ വഴികളെ അവൻ സൂക്ഷിക്കുകയാണ്. ചില വഴികൾ വാതിലുകൾ അടഞ്ഞു പോകും. ചിലരുടെ ആത്മാവായി അങ്ങോട്ട് ഇപ്പൊ പോകണ്ട, ഇതിലേക്ക് പോ. അങ്ങോട്ട് യേശയ്യാവിന്റെ പ്രഭാഷണം പറയുകയാണ്, വഴിച്ചുമ്പോൾ ഇതാകുന്നു ഇതിൽ നടന്നുകൊള്ളുക എന്നൊരു ശബ്ദം പുറകിൽ നിന്ന് കേൾക്കും. ഇത് ആത്മാവ് നയിക്കുന്നതാ. പലപ്പോഴും അനുഭവിച്ചുകൊണ്ട് പല യാത്രകൾ, പല അനുഭവങ്ങൾ നിങ്ങൾക്ക് മുടങ്ങിക്കാണും. പല അനുഭവങ്ങൾ, പല ആവശ്യങ്ങൾ അറിയുമ്പോൾ ആത്മാവ് വിലക്കി കാണും. എന്തിനാണ് ചെയ്യുന്നറിയാമോ? നമ്മെ അവൻ ആവശ്യമുണ്ട്. കാരണം അവൻ നമ്മെ നിർമ്മല കന്യകയായി സ്നേഹിക്കുകയാണ്. ആണാകട്ടെ പെണ്ണാകട്ടെ, അത് തന്നെയാണ് സ്തോത്രം. അത് നിങ്ങൾ കൽപ്പന കഴിയുമ്പോൾ മനസ്സിലാകും ദൈവത്തിന്റെ ഏറെക്കുള്ള പദ്ധതികൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകം നമുക്ക് അനുകൂലമല്ല, പക്ഷേ എന്നാൽ
നിന്റെ സൃഷ്ടാവാണ് നിന്റെ ഭർത്താവ്. ഇതാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. പക്ഷെ നോക്കണം, അപ്പോ ഒരു ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്ന പോലെ, ആ കുടുംബത്തെ പോഷിപ്പിക്കുന്ന പോലെ, ക്രിസ്തു തന്റെ സഭയാകുന്ന കുടുംബത്തെയും പോഷി പുലർത്തുന്ന ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഒരപ്പനാണ്. എന്നാൽ സഭയ്ക്ക് ഭർത്താവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭാര്യയ്ക്ക് ഭർത്താവ് തലയായിരിക്കുന്ന പോലെ, സ്തോത്രം, ക്രിസ്തു സഭയ്ക്ക് തലയായിരിക്കുന്നത് കാണാൻ കഴിയും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയുവാൻ കാരണമായി തീർന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലർക്ക് വല്ലാണ്ട് ഒരു ഭാരത്തോടു കൂടി ആയിരിക്കുന്നവർ തോന്നുകയാണ്. നോക്കണമേ, ഇവിടെ ആ വാക്യം നിങ്ങൾ നോക്കി, ഹോശേയ 19:2-19-20, ഞാൻ നിന്നെ സദാകാലത്തേക്കും എനിക്ക് വിവാഹ നിശ്ചയം, അതേ നീതിയോടും ന്യായത്തോടും ദയയോടും കരുണയോടും നിന്നെ എനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കും. വാക്യങ്ങൾ ഒരിക്കൽ കൂടി മനസ്സിലാക്കുന്ന 1, 2, 5 പ്രാവശ്യം വായിച്ചു. ഞാൻ നിന്നെ സദാകാലത്തേക്കും എനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കും, അതേ നീതിയോടും ന്യായത്തോടും ദയയോടും കരുണയോടും കൂടെ നിന്നെ എനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കും. ദോഷം വരുന്ന ഒന്നും അവിടെ പറയുന്നില്ല. അവിടെ പറയുന്നതാണ് സദാകാലത്തേക്ക് ഞാൻ വിവാഹത്തിന് നിശ്ചയിക്കും. അതുകൊണ്ട് അറിയാണ്, ഞാൻ നീതിയോട് നിന്നെ നടത്തും, ന്യായത്തോട് നടത്തും, ദയയോടും കരുണയോടും കൂടെ എനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കും. അതുകൊണ്ട് ഞാൻ നിന്നെ സൂക്ഷിച്ചു നടത്തും. അമ്മയപ്പന്മാരല്ലേ മക്കളെ, എവിടെയെങ്കിലുമൊക്കെ പോയി ചെന്നു നല്ല വേദനയും ഭാരവും ബുദ്ധിമുട്ടുണ്ടാകാതെ നീ എന്റെ വഴി നടക്കണം. എന്റെ ആഗ്രഹം എങ്ങനെയാണ്? നമ്മൾ ദൈവമക്കളാണ് എന്നൊക്കെ പറഞ്ഞ അമ്മയപ്പന്മാർ മക്കൾക്ക് ഉപദേശം കൊടുക്കുന്ന പോലെ സ്വർഗം പറയുകയാണ്, ഞാൻ നിന്നെ എങ്ങനെ നടത്തും? എന്റെ നീതിയിൽ നടത്തും, എന്റെ ന്യായത്തിൽ നടത്തും, ദയയോടും കരുണയോടും കൂടെ ഞാൻ എനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കുവാനൊക്കെ വേണം. നിർമ്മല കന്യകയായി ഞാൻ നടത്തുവാൻ പോവുകയാണ്. അപ്പൊ ദൈവത്തിന്റെ സഭയുടെ പുതിയ പറഞ്ഞത്, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ ജയിക്കയില്ല. സഭയുടെ നാഥനായ കർത്താവ് സഭയെ പരിപാലിക്കും. നിങ്ങൾ ചിന്തിക്കുമായി ഒരു കുഞ്ഞ്, ഓ എന്റെ പ്രിയപ്പെട്ടവർ, എന്താണ് ദൈവം ഒരിക്കൽ പലപ്പോഴും ആവരാതി പറയുന്നവരാണ് ഭാര്യപ്പെടുന്നത്. അതിന്റെ ആവശ്യമില്ല. കാരണം ദൈവം തന്റെ മക്കളെ ദൈവത്തിന്റെ വഴി നടന്നു കൊടുക്കാൻ, നീതിയോടെ നടത്തുവാൻ, ന്യായത്തോടെ നടത്തുവാൻ, കരുണയോടെ നടത്തുവാൻ ഈ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. അവൻ നമ്മോട് കരുണ കാണിക്കുവാനൊക്കെ വേണം. അവന്റെ വഴിയിൽ നടന്നാൽ മാത്രം മതി. അവന്റെ വാക്കിൽ വഴിയിറക്കിയപ്പോൾ പെരുന്തകൂട്ടം കിട്ടിയതുപോലെ അനുഗ്രഹിപ്പാൻ ദൈവത്തിന് കഴിയും. അവന്റെ വചനം അനുസരിക്കുന്ന, അവന്റെ വഴിയിൽ നടക്കുന്ന തന്റെ മക്കളെ ഏത് അളവിൽ ഉയർത്തുന്നത് അവനാണ് നിശ്ചയിക്കേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ദാവീദിനെ അപ്പനും അമ്മയും ഉപേക്ഷിച്ചെന്ന് അവൻ പറഞ്ഞത്, പക്ഷേ അവനെ ഉയർത്തുവാൻ ദൈവം പദ്ധതിയിട്ടിരുന്നു. വനാന്തരത്തിൽ കിടന്നവനെ, ആടുകൾ മേച്ചുകൊണ്ടിരുന്നവനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവിടുന്ന് കൊണ്ടുവന്ന് രാജാവാക്കിയതുപോലെ നിന്നെ ഉയർത്തുവാൻ കഴിവുള്ള ഒരു സർവശക്തനായ ദൈവത്തെയാണ് ആരാധിക്കുന്നത്. ഈ ദാവീദിന്റെ പ്രത്യേകത നോക്കിയാൽ അവൻ ഏകനായിരിക്കുമ്പോൾ അവൻ ദൈവത്തെ സ്തുതിച്ച് പാടുന്ന ഒരു ശീലമുണ്ട്. ഹല്ലേലൂയ. അവൻ തുറന്നു പറഞ്ഞ ഒരു ആരാധനകളെ അവന്റെ ഏറ്റവും വലിയ കൂട്ടുകാരൻ കർത്താവായി മാറി. ആ അപ്പനോട് പറഞ്ഞു, പിതാവേ, എന്റെ ഈ ഭൂമിയിൽ ജന്മം തന്ന എന്റെ അപ്പനും അമ്മയും ഉപേക്ഷിച്ച സംഗീതം 27:10 കാണാൻ കഴിയും. ഹല്ലേലൂയ. എന്റെ അപ്പനും അമ്മയും ഉപേക്ഷിച്ച് നീ എന്നെ ചേർത്തുകൊള്ളണമോ? അവന്റെ സ്നേഹിതനെ പോലെ ഈ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി അവന്റെ ജീവിതത്തിലെ ആവശ്യങ്ങളെ, ഭാരങ്ങളെ, അവന്റെ ഇല്ലായ്മയെ, അവനെ സ്നേഹിക്കാത്ത മേഖലകളെ അവൻ ദൈവകരങ്ങളിൽ കൊടുത്തു. അവന്റെ ആഗ്രഹം അവൻ അപ്പന്റെ സ്നേഹം കൊടുക്കണം. അവൻ ആഗ്രഹം പ്രിയപ്പെട്ടതിൽ വേണം. പക്ഷെ അവൻ വനാന്തരത്തിലായി പോയി. ചിലർക്ക് ഇങ്ങനെയാണ്, സ്നേഹം നല്ല നിലയിൽ ജീവിക്കണം ആഗ്രഹിക്കും. പക്ഷെ ഈ വനാന്തരത്തിൽ ജീവിക്കുന്ന പോലെ, ഹല്ലേലൂയ, ജീവിക്കുന്ന നമ്മുടെ കൊച്ചു കുടിലാണെങ്കിലും നല്ല കൊട്ടാരം എന്ന വീട്ടിലാണെങ്കിലും വനാന്തരത്തിലായിരുന്ന പോലെ ഒത്തിരി വ്യസനവും വേദനയും ഭാരവും നിങ്ങൾ അനുഭവിക്കുന്നെങ്കിൽ അതിന്റെ നടുവിൽ പാടിയ ഒരുവനെ ഉയർത്തി ഉയർത്തി ഉന്നതങ്ങളിലേക്ക് കൊണ്ടുപോയ ഒരു അപ്പനെയാണ് നമ്മൾ സേവിക്കുന്നത്. അവൻ ഉയർത്തുവാൻ പദ്ധതി വെച്ചാൽ അവൻ ഉയരങ്ങളിൽ ഇരുത്തുക മാത്രമല്ല, തലമുറയെ കുറിച്ച് പറയും. അതുകൊണ്ട് യെശയ്യാവ്, ഞാൻ പുരാതന ശൂന്യങ്ങളെ പണിയുന്ന ഒരു തലമുറയെ എഴുന്നേൽപ്പിക്കും. കേട് പോക്കുന്ന ഒരു തലമുറ ഞാൻ നിനക്ക് തരും. കുടിയിരിപ്പാൻ തക്കവണ്ണം ഭാരങ്ങളെ യഥാസ്ഥാനപ്പെടുത്തുന്ന തലമുറ ഞാൻ ഒരു ജനറേഷൻ നിനക്ക് വെച്ചിട്ടുണ്ടോ? ഇതാണ് യെശയ്യാവ് കാണുവാൻ കഴിയും.
ദൈവമേ, നിങ്ങളെ സ്തോത്രം ഭാര്യ ആട്ടിക്കളയുന്ന ഒരു കർത്താവല്ല, പിന്നെയോ നമ്മെ അടിപ്പിക്കുന്ന കർത്താവാണ്. എന്നാൽ നാം നമ്മുടെ ഈ ലോകത്തിന്റെ മോഹങ്ങളിലേക്ക് പോകുമ്പോ അവർ വിലക്കി കൽപ്പിക്കും. ആത്മാവിനെ അപ്പൊ ചോദിക്കും, നമുക്ക് അങ്ങനെ ലോകത്തിലേക്ക് ചെയ്യാൻ പാടില്ലെന്നാണോ? എല്ലാറ്റിനും സമയം വെച്ചിട്ടുണ്ട്, പരിമിതികളും വെച്ചിട്ടുണ്ട്. ഞാൻ വിശ്വസ്തയോടെ എനിക്ക് വിവാഹത്തിൽ നിശ്ചയിക്കും, നീ യഹോവയെ അറിയുകയും ചെയ്യും. ഈ യഹോവയെ അറിയുകയും ചെയ്യുന്ന ഒറ്റ വാക്യം ഞാൻ പറയാം, പിന്നെ വിശ്വസിക്കാം. ആത്മാവിൽ കയറിയപ്പോൾ, ആത്മാവിൽ ആരാധന കഴിഞ്ഞപ്പോൾ നാം അവനെ ആണെന്നതിന് തുല്യമാണ്. അല്പം കൂടി വെളിപ്പാടും ദർശനങ്ങളുടെ മേൽ വന്നപ്പോ നമുക്ക് മനസ്സിലായി ദൈവം നമ്മെ സ്നേഹിക്കുകയാണ്. നമ്മൾ കുറെ കൂടുതൽ സന്തോഷിക്കാൻ തുടങ്ങി, ആനന്ദിക്കുവാൻ തുടങ്ങി, അനുഭവിച്ചറിയുവാൻ തുടങ്ങി, ദൈവശബ്ദം കേൾക്കുവാൻ തുടങ്ങി, നാം പ്രാർത്ഥന കൂട്ടി, അതിൽ ധ്യാനം വർദ്ധിക്കാൻ തുടങ്ങി, ദൈവപ്രവൃത്തിയെ കാണാൻ തുടങ്ങി. ശരിയല്ലേ? ശരിയല്ലേ? അതിനാണ് എഴുതിയ വാക്യം നോക്കിയാൽ, ഞാൻ വിശ്വസ്തയോടെ നിന്നെ എനിക്ക് വിവാഹത്തിൽ നിശ്ചയിക്കും, നീ യഹോവയെ അറിയുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് ശരിയാണോ നോക്കട്ടെ. എഫെസ്യരുടെ 5-ാം അധ്യായം 25 മുതൽ 27 വരെ ഉപയോഗത്തിൽ വായിച്ചോളൂ. അവർക്ക് വേണ്ടി ഏൽപ്പിച്ചു. ക്രിസ്തു സഭയ്ക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു, ക്രൂശിൽ മരിച്ചു. ഭാര്യയ്ക്ക് വേണ്ടി സ്വന്തം മരിക്കുന്ന ഒരു ഭർത്താവിനെയാണ് അവിടെ കാണുവാൻ. സഭയെന്ന ഭാര്യയ്ക്ക് വേണ്ടി കാലയിൽ തർക്കപ്പെടുന്ന ഒരു ക്രിസ്തുവിനെ നമുക്ക് കാണുവാൻ കഴിയും. ഒരു വാക്യം വായിക്കാമോ? അവനെ സഭയെ വചനമയച്ച് ശുദ്ധീകരിച്ചു. വചനം ഇങ്ങനെ, എന്റെ ആഗ്രഹം ഇങ്ങനെയാണ്, എന്റെ കുഞ്ഞെ ഇങ്ങനെ ജീവിക്കണം, എന്റെ മകളെ ഇങ്ങനെ ജീവിക്കണം എന്ന് നമുക്കൊരു വലിയ സ്റ്റേറ്റ്മെന്റ് തന്നു, അല്ലേ? നീ രക്ഷിക്കപ്പെട്ടതാ, ഇത് നിനക്ക് ചെയ്യാൻ പാടില്ല. നീ സ്നാനപ്പെട്ടതാ, ഇനി എനിക്ക് ചെയ്യാൻ പാടില്ല. ഞാൻ അടിക്കടി ഇരുത്തിയിരിക്കുക, ലോകത്തിലേക്ക് അറിയുവാൻ പറ്റത്തില്ല. അതാ ഞാൻ പറഞ്ഞത്, നമ്മെ ഒരുപാട് പാതകൾ ഇങ്ങനെ തട്ടി കൊണ്ടുവരികയാണ്. ചോദിക്കും, നമ്മുടെ ആവശ്യങ്ങളെ മനസ്സിലാക്കുന്നില്ലേ? നിശ്ചയമായി മനസ്സിലാകും. നമുക്ക് വളരെയധികം മുമ്പ് കാര്യം മനസ്സിലാകും. വായിച്ചോ. അവൻ അവരെ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിന് കള, ചുരുക്കം, സഭയെ ശുദ്ധവും നിഷ്കളങ്കവുമായ തന്റേതാക്കി ലോകത്തെ, ലോക ജനതയെ മാറ്റേണ്ടതിന് ലോകത്തിന്റെ രക്ഷകനായ ക്രിസ്തു സഭയ്ക്ക് വേണ്ടി കാലടിവെള്ളത്തിൽ മരിക്കുകയായിരുന്നു. അപ്പോഴാണ് തന്നെത്താൻ കൊടുത്തു, ആരും ആവശ്യപ്പെട്ടതല്ല. പിന്നെ എനിക്ക് എന്റെ കുഞ്ഞുങ്ങളെ വേണ്ടെടുക്കണം, നിർമ്മല കന്യകയായി വേർതിരിക്കണം. ഒരു വലിയ വാഞ്ച, ഒരു വലിയ വാഞ്ച, ഒരു വലിയ ധാരണ. ഇതാണ് യേശുവാണ് എനിക്ക് ദാഹിക്കും. കാലിൽ ഒരു വൈദ്യരോട് പറയുന്നത്, എനിക്ക് ദാഹിക്കുന്നു. എൻ്റെ മക്കളെ എന്റേതാക്കി മാറ്റുക, എൻ്റെ മക്കളെ തുറന്നു കൊണ്ടുപോയിരിക്കുകയാണ്. ഇപ്പോൾ കഥയിലാണ്, ഉപദേശം തങ്ങളുടെ കാര്യങ്ങളിലാണ്. എനിക്കത് തിരികെ മാത്രം വെച്ച് ക്രൂശിക്കാതിരുന്നു. പക്ഷേ അവൻ ലോകത്തെ നമ്മെ രക്ഷിപ്പാനും ഈ ലോകത്തിൽ വന്നവന് ആരും കൈക്കൊണ്ടില്ല. സ്വന്തത്തിലേക്ക് സ്വന്തമായ കൈക്കൊള്ളില്ലാതിരിക്കുന്നു. അതുകൊണ്ട് കവർന്നഭൂമിയിലും സ്തോത്രം ഗലീലിലും പോയി ജാതികളെ എതിർപ്പാൻ വേണ്ടി. പ്രിയമുള്ളവരെ, ആ കർത്താവ് നമ്മെ അധിക
അധികം അധികം സ്നേഹിക്കുകയാണ്. അധികം സ്നേഹിക്കുകയാണ്. നമുക്ക് ഒന്നിന്റെ വാക്യം ചിന്തിക്കാം. യെഹെസ്കേലിലേക്ക് പോകാം. 16:8 വായിച്ചേ. യെഹെസ്കേൽ 16:8. ഞാൻ നിന്റെ അരികെ കൂടി കടന്നു. ശ്രദ്ധിക്കണമേ, ഞാൻ നിന്റെ അരികെ കൂടി ചേർന്നറിയാമോ, നിങ്ങൾ ഏത് അവസ്ഥയിലായിരുന്നാലും ദൈവത്തിന് മനസ്സിലാകും, ദൈവാത്മാവിന് മനസ്സിലാകും. ഹല്ലേലൂയ. ഞാൻ നിന്റെ അരികിലൂടെ കടന്ന് നിന്നെ നോക്കിയപ്പോ പ്രേമത്തിന്റെ സമയമായി എന്ന് കണ്ടിട്ട്. മനസ്സിലായോ? നമ്മുടെ മോഹങ്ങൾ ജയിക്കുമാറ് ജീവിതത്തിൽ അകത്തെ ഒരു വല്ലാത്ത ചിന്തയും ഭാരവും കടമീകരണവും നമ്മുടെ ശരീരഭാഗങ്ങളൊക്കെ വളർന്ന് അതേ പ്രേമത്തിന് സമയമായപ്പോൾ നിന്നെ നോക്കി. അപ്പോ നിനക്ക് പ്രേമത്തിന് സമയമായെന്ന് കണ്ടോ? ചിലർ പറയും ഈ അപ്പനും അമ്മയ്ക്കും ഒന്നും മനസ്സിലാകുന്നില്ല, ദൈവത്തിന് മനസ്സിലാകും എല്ലാ ആവശ്യം. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ എല്ലാ ശരീര ക്രമീകരണങ്ങളെയും അറിയുന്നവരാണ് ഈ ദൈവം. യൗവനക്കാരെ നിങ്ങളെ മനസ്സിലാക്കുവാൻ കഴിവുള്ളവരാണ് ഈ ദൈവം. അവർ അതിനെ നോക്കി, അവർക്ക് പ്രേമത്തിന് സമയമായിരുന്നു കണ്ടു. അടുത്തത്, എന്റെ വസ്ത്രം നിന്റെ മേൽ വിരിച്ചു. എന്റെ വചനം ഞാൻ നിന്റെ മേൽ വിരിച്ചു. കേട്ടോ, വചനം ഇടപെടാൻ തുടങ്ങി. വചനം പറഞ്ഞേ, നീ അങ്ങനെ ചാടിപ്പോകരുത്. നീ നിന്റെ യൗവനത്തെ നശിപ്പിക്കേണ്ടതല്ല, പിന്നെയോ യൗവനത്തെ കാത്തു രക്ഷിക്കേണ്ടതാണ്. യൗവനം മോഹനമാക്കി മാറ്റേണ്ടതാണ്. നീ എനിക്ക് നിർമ്മല കന്യകയാണ്, ഞാൻ നിന്നെ രക്ഷിപ്പാൻ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് പറയുന്നു, അവന്റെ വചനത്തെ നിന്റെ മേൽ വിരിച്ചു. എന്റെ ഭാഷയിൽ പറഞ്ഞാൽ രക്ഷാവസ്ത്രം നിന്റെ മേൽ ഇടാൻ വേണ്ടി അപ്പ പറഞ്ഞു, മക്കളെ നീ ഒന്ന് വാ. അപ്പൊ പറഞ്ഞു, അതേ അപ്പ, എനിക്ക് മനസ്സിലാക്കി തെറ്റിപ്പോകുന്നു, എന്റെ ചിന്തകളിൽ ഓട്ടങ്ങളിൽ വികാരങ്ങളിൽ തെറ്റിപ്പോയി, എന്റെ പാപം ക്ഷമിക്കണമെന്ന് പറഞ്ഞു. യേശുവിനെ കർത്താവും രക്ഷകരുമായി നിന്റെ ജീവിതത്തെ കൊണ്ടുവന്നു. അപ്പോൾ രക്ഷാവസ്ഥ നിന്റെ മേൽ വീണു. അപ്പൊ നോക്കിയപ്പോ എങ്ങനെയാണത്? നമ്മുടെ അതിൽ കൂടെ അപ്പം പോയപ്പോ എങ്ങനെയാണത്? അയ്യോ, പ്രേമമാണ് യേശുവിനോട് പാടും. പക്ഷേ നമ്മുടെ ഈ ലോകത്തിന്റെ പ്രേമം കീഴുമ്പോഴും ഞാൻ പറയും അപ്പഴറിയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അയ്യോ, പടക്കമായോ? ഞാൻ ഇങ്ങനെയാണ്. അത് വായിച്ചു. എന്റെ വസ്ത്രം നിന്റെ മേൽ വിരിച്ചു. എന്റെ വസ്ത്രം ആദ്യം പറഞ്ഞതാണ് വചനത്തിന്റെ മേലിട്ടു. അടുത്ത എന്റെ വസ്ത്രം, രക്ഷാവസ്ത്രം നിന്റെ മേൽ ഞാൻ ഇട്ടു. നിന്റെ പാപത്തിന്റെ നഗ്നത കാണാതിരിക്കേണ്ടതിന്. ഇത് ഞാൻ വെളിപ്പാട് നോക്കിയാ, നിന്റെ പാപത്തിന്റെ നഗ്നത കാണാതിരിക്കുന്നത് നീ വെള്ള ഉടുപ്പ് ധരിക്കണം. ഹലോ, ഹല്ലേലൂയ. ഇത് സ്വർഗ്ഗത്തിൽ അപ്പടുന്നതാ, നമ്മെ ധരിപ്പിക്കുന്നതാ, നമ്മെ ഒരുക്കുന്നതാ, നമ്മെ ക്രമീകരണത്തിൽ എത്തിക്കുന്നതാ. അവന്റെ കരങ്ങളിൽ ഒന്നും കൊടുക്കുവാൻ കഴിയുമോ? അവന്റെ കരങ്ങൾ ഏൽപ്പിക്കുവാൻ കഴിയുമോ? ഇതിനവന്റെ കുഞ്ഞെ, ഞാൻ നിന്നെ പോറ്റിപ്പിറന്ന, വാ, നീ എനിക്കുള്ളവനാ, നീ എനിക്ക് വിലയേറിയവനാ, ഞാൻ നിന്നെ മാനിനായി സ്നേഹിച്ചിരിക്കുകയാണ്. കേട്ടോ, ഞാൻ എന്റെ വസ്ത്രം നിന്റെ മേലെ ഇട്ടു. കാരണം നിന്റെ എന്തിയല്ല, ഇനി ആരും നോക്കിയിട്ട് നിന്നെ വശീകരിച്ച് തകർത്തു നശിപ്പിക്കാൻ പാടില്ല. നീ എന്റേതാണ്, ഞാൻ നിന്റേതാണ്. അങ്ങനെ അവൻ രക്ഷ എന്ന വസ്ത്രത്തെ നമ്മുടെ മേലിട്ടു. കൂടെ ഞാൻ നിന്റെ അരികെ കൂടി കടന്നു. നിന്നെ നോക്കിയപ്പോൾ നിനക്ക് പ്രേമത്തിന് സമയമായി എന്ന് കണ്ടിട്ട് എന്റെ വസ്ത്രം നിന്റെ മേൽ വിരിച്ചു. എന്റെ വസ്ത്രം നിന്റെ മേൽ വിരിച്ചു. നിന്റെ നഗ്നത മറച്ചു. ഞാൻ നിന്നോട് സത്യവും നിയമവും ചെയ്തു. ഞാൻ നിന്നോട് സമ്മതിച്ചു, ഇനിയുള്ള കാലം കർത്താവേ നിനക്ക് വേണ്ടി അങ്ങ് ജീവിച്ചോളാം. ശരിയാണോ? അങ്ങനെ നിയമം ചെയ്തവരാണ് ഞാൻ നിങ്ങൾ. ഈ നമുക്ക് ലോകക്കാരാകാൻ ഒരിക്കലും പറ്റത്തില്ല. ആ സ്നേഹത്തിന്റെ കൊടുക്കിൽ നമ്മൾ എത്തിയിരിക്കുക. ആ സ്നേഹമാണ് ദൈവം നമ്മളെ പിടിച്ചിരിക്കുക. ആലോചന വലിയ പ്രവൃത്തി ശക്തമായ കർത്താവ് നമ്മളെ സ്നേഹിച്ചിരിക്കുക. അവൻ ഒത്തിരി വാഗ്ദത്തങ്ങൾ നമ്മെ വിളിച്ച് അവന്റെ അരികിലേക്ക് കൊണ്ടുവന്നിരിക്കുക. ഇത് നമുക്ക് ഒരിക്കലും ലോകത്തിലേക്ക് പോകാൻ ആർക്കും പറ്റത്തില്ല. അവന്റെ വസ്ത്രം നമ്മുടെ മേൽ ഇട്ടിരിക്കുക. അഭിഷേകത്തിന്റെ പുതപ്പ് വീണിരിക്കുക.
അതുകൊണ്ടാണ് രക്ഷാവസ്ത്രം നീതിയണമെങ്കിൽ സ്തുതിയെന്ന മേലാണ് ഇങ്ങോട്ട് വരുന്ന മക്കളെ ഒരുക്കി മറച്ച് സൽഫലങ്ങളാൽ നിറച്ച് അതുകൊണ്ട് അവർ നിർമ്മല കന്യകയായി ലേഖനം 5:20 സഭയ്ക്ക് വേണ്ടി ക്രിസ്തു തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. അവൾക്ക് വേണ്ടി സഭയ്ക്ക് വേണ്ടി മരിച്ച് ഉടമ്പടി ചെയ്തു തന്റെ മരണത്തിൽ പങ്കാളിയായി തീർന്ന തന്റെ മക്കളെ മാറോട് ചേർക്കുവാൻ തന്റെ മരണത്തിൽ പങ്കാളിയായി തീരുന്നതിന് സ്നാനത്തിൽ പങ്കാളിയായി തീരുമോ മരണത്തിൽ പങ്കാളിയായി തീരുകയാണ്. അങ്ങനെ മറച്ചു നിർത്തി നീതിയെ വാങ്ങി രണ്ടാമത് കൊടുത്തു. യെശയ്യാവ് 61:3 അവിടെ കാണുവാൻ കഴിയും. ഓ രക്ഷാവസ്ത്രവും നീതിയെ തങ്ങിയും സ്തുതിയെന്ന മേലാണെന്നല്ല 60-61 അധ്യായങ്ങളിൽ കാണാൻ കഴിയും. അവിടേക്ക് ഞാൻ ഇപ്പോൾ കടന്നു പോകുന്നില്ല. ഇതെല്ലാം അയച്ചു പറഞ്ഞ മക്കളെ, നീ എഴുന്നേറ്റ് എനിക്ക് വേണ്ടി ഒന്ന് പ്രകാശിക്കണം എന്ന് പറഞ്ഞാൽ നീ എന്നെ ഒന്ന് തെളിയിക്കണം. ഞാൻ നടന്നവർ നീ നടക്കണം. ഞാൻ നീ വിശുദ്ധരായി ജീവിക്കണം. ഇതാണ് അപ്പന്റെ ആഗ്രഹം. അങ്ങനെ വിശുദ്ധിയിൽ ഭയങ്കരനായ ദൈവത്തെ നമുക്ക് ആത്മാവിൽ കാണുവാൻ ആത്മാവിൽ അനുഭവിക്കുവാൻ ഭാഗ്യം ലഭിച്ചു. അത് ലഭിച്ച ദൈവമക്കൾ സന്തോഷിക്കാൻ തുടങ്ങി, ആനന്ദിക്കാൻ തുടങ്ങി. ആനന്ദോട് മാത്രം ആ സന്തോഷം ലഭിച്ചത് മാത്രം ഹല്ലേലൂയ പറയാം. ഒന്നും പറയാൻ പറ്റില്ലേ? സാരമില്ല. സോ എങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം. റോമാലേഖനം കൊണ്ടുപോകാം. റോമാലേഖനം 3-ാം അധ്യായം 29-30. അല്ല ദൈവം യഹൂദന്മാരുടെ ദൈവമോ അല്ല, അവൻ സകല ജനത്തിനും ദൈവമാണ്. അടുത്ത് അതെ ജാതികൾക്കും അവൻ ദൈവമാകുന്നു. ദൈവം ഏകനല്ലോ. ദൈവം ഏകനാണ്, അവൻ ഏകനല്ലോ. അവൻ ജാതികളെ വിശ്വാസത്താൽ അഗ്രചർച്ചകളെ അവൻ നീതീകരിക്കുന്നു. ആകയാൽ നാം ന്യായപ്രമാണം ദുർബലമാക്കുന്നുവോ? ഒരു നാളുമില്ല. ന്യായപ്രമാണത്തിന് കഴിയാത്തത് ചെയ്യുവാൻ കഴിവുള്ള ഒരുവരുണ്ടെന്ന് അനുഭവത്തിൽ ജീവിക്കുവാൻ ഉറപ്പിച്ചു നിർത്തി. യേശു പറഞ്ഞ ന്യായപ്രമാണം നീക്കാവുന്നതല്ല, ന്യായപ്രമാണത്തിൽ കഴിയാത്തത് നിങ്ങൾക്ക് ചെയ്ത് കാണിക്കുവാൻ ഞാൻ നിങ്ങളെ ഉപയോഗിക്കേണ്ട ശാപത്തെ, രോഗത്തെ, വേദനകളെ ഞാൻ വഹിക്കുകയാണ്. ലേഖനം 11-ാം അധ്യായം അതിന് 2-3 വാക്യങ്ങൾ നോക്കുക. 2 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം ഞാൻ നിങ്ങളെ കുറിച്ച് എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷൻ നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കണം. പൗലോസ് പറയാണ്, നാം മനസ്സിലായപ്പോ പ്രവാചകൻ പ്രവചിച്ചു കടന്നുപോയി. പൗലോസ് ആത്മാവിൽ വെളിപ്പെട്ട് കിട്ടി. പൗലോസ് പറയാൻ, ഞാൻ നിങ്ങളെ നിർമ്മല കന്യകകളായി കർത്താവിൽ മാറ്റുവാൻ, അവൻ വരും മണവാട്ടിയെ സ്വീകരിപ്പാൻ, ഞാൻ അപ്രകാരം മാറ്റുവാൻ നിങ്ങളെ അവന് വിവാഹ നിശ്ചയത്തിന് കൊടുത്തിരിക്കുകയാണ്. ഇതുകൊണ്ടാണ് എങ്ങനെ നിശ്ചയം വന്നത്? ആ നിശ്ചയമാണ് ഈ ഒരു പെൺകുട്ടിയെ കണ്ട് മോതിരമോ വസ്ത്രങ്ങളോ ഒക്കെ കൊടുത്ത് ഉറപ്പിച്ചതുപോലെ നിങ്ങളെ തന്നെ ആത്മാവിനെ തന്ന് ഉറപ്പിച്ചിരിക്കണം. റോമർ 8:9. അതുകൊണ്ട് പറഞ്ഞു, ക്രിസ്തുവിന്റെ ആത്മാവിനകത്തവൻ അവനുള്ളവൻ. ആ ആത്മാവ് വന്നപ്പോ നിങ്ങളും ആ വിവാഹ നിശ്ചയത്തിന് ഉറപ്പ് ലഭിച്ചിരിക്കുകയാണ്. മനസ്സിലായോ? അങ്ങനെ ആത്മാവിനെ തന്ന് നിങ്ങളുടെ ആത്മാവോട് പറഞ്ഞോ, നിന്റെ വീണ്ടെടുപ്പുകാരൻ ഞാനെല്ലാം വരും. അതുകൊണ്ട് യേശു നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടപ്പെട്ട് ധൈര്യപ്പെട്, ഞാൻ ലോകത്തെ ജയിച്ചതാ, ഞാൻ സ്ഥലം ഒരുക്കിയിട്ട് വന്ന് നിങ്ങളെ ഞാൻ എന്റെ രാജ്യത്തിൽ ചേർക്കും, മണവാളൻ നിലയൊഴിപ്പാൻ വരും. ആ രാജ്യത്തിന് വേണ്ടി ഒരുങ്ങുന്ന ദൈവസഭയെ നമുക്കൊരു ലക്ഷ്യം ഉണ്ടായിരിക്കണം.
ഹല്ലേലൂയ സ്വന്തം അതേ അറിവുണ്ടായിരിക്കണം. ഞാൻ ഈ ലോകത്തിലുള്ളവനല്ലേ. അവൻ ചോദിക്കും, ഈ ലോകത്തിൽ നമുക്ക് കർത്താവുണ്ട്, നമുക്ക് കുഞ്ഞുങ്ങളുണ്ട്. അടുത്ത് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ കടന്നുപോയ പാതിൽ കടന്നുപോകണം അവരെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ നമ്മൾ കണ്ടു പ്രേമത്തിന്, ഞാൻ നോക്കി പ്രേമത്തിന് സമയമായെന്ന് കണ്ടു. അതിന് സമയമായി അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ക്രമീകരിച്ച് അവരെ ഈ ലോകത്തിൽ ദാമ്പത്യത്തിൽ പ്രവേശിച്ച് നല്ല കുടുംബജീവിതം ഒരുക്കി അവരുടെ തലമുറകൾ വളർന്ന് കൊച്ചുമക്കളെ കാണുവാൻ മൂന്നാമത്തെ നാലാമത്തെ തലമുറ കാണുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തരുവാൻ വാഗ്ദത്തം വിളിച്ചിരിക്കുമോ? ഇതെല്ലാം പ്രക്രിയയിൽ നടക്കുന്നു, ശരിയാണ്. പക്ഷേ ഇതിന്റെ നടുവിലും ആത്മനാഥനും മണവാളനുമായ സ്വർഗത്തിലെ ദൈവം തന്റെ വിശുദ്ധ വസ്ത്രം കൊണ്ട് നമ്മളെ മൂടി മറച്ച് ആത്മാവിൽ പൊതിഞ്ഞ് സംരക്ഷിച്ച് ദുഃഖം കാണാതെ വണ്ണം, ശത്രുവിനെ കൈവയ്ക്കാതെ വണ്ണം, നീതിമാന്റെ അവകാശത്തിന് ദുഃഖന്റെ ചെങ്കോൽ വാഴത്തിൽ നിന്നതായി മാത്രമല്ല അവന്റെ തീയമ്പുകളെ ഒളിച്ചു കളഞ്ഞിട്ട് നിനക്ക് വിരോധമായി ഉണ്ടാകുന്ന ഒരാളും ഫലിക്കയില്ല എന്ന് പറയുകയാണ്. ആ പ്രതികൂലങ്ങളുടെ നടുവിൽ പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും ഏറി വന്നപ്പോഴും തളർന്നു പോകാതെ കരം പിടിച്ചുറപ്പിച്ച് ഇന്നയോളം കാത്തു നിർത്തിയിരിക്കുകയാണ്. നീ എനിക്ക് വിലയേറിയവനും മാന്യനുമാണ്, ഞാൻ നിന്നെ വിളിച്ചിരിക്കുകയാണ്, നിന്റെ സൃഷ്ടാവാകുന്ന ഭർത്താവ് ഞാൻ എന്ന് പറഞ്ഞ് ഓരോ നിമിഷം ഉറപ്പിക്കുകയാണ്. ലോകം നമ്മെ പകയ്ക്കുമ്പോൾ, ലോകക്കാർ അനാവശ്യം പറയുമ്പോൾ, ലോകക്കാർ മോശം വർത്തമാനവുമായി അടിച്ചേൽപ്പിച്ചതിനെ ക്രൂശിപ്പാൻ നോക്കുമ്പോൾ സ്വർഗം പറയും, ഞാൻ നിന്റെ ആത്മാവാണ് സ്നേഹിതനാണ്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഒരു നാളും എന്ന് വാക്കുപറഞ്ഞവൻ കൈവിടുകയില്ല ഒരു നാളും എന്ന് വാക്കുപറഞ്ഞവൻ വാനവും ഭൂമിയും മനമേ ചഞ്ചലമെന്തിനാ കരുതാ വല്ലഭനില്ലയോ ജയവീരനാ. മനമേ ചഞ്ചലമെന്തിനാ. ഒരു നാളും കൈവിടാത്തൊരപ്പൻ നമുക്കുണ്ട്. ഹല്ലേലൂയ. ഒരു നാളും കൈവിടാത്ത ഒരപ്പൻ നമുക്കുണ്ട്. അപ്പൻ നമ്മെ ഏകനായി വിട്ടേച്ചു പോകരുത്. അതുകൊണ്ട് സംഗീതക്കാരൻ പറയാണ്, ഞാൻ നിങ്ങളെ എന്തിയാണ് നിർമ്മല കലയായി അവനെ വിവാഹ നിശ്ചയത്തിൽ കൊടുത്തിരിക്കുകയാണ്. ശരി, നമുക്ക് പഴയതിൽ എന്ത് പറയുന്നത് നോക്കാം. 45-ാം സംഗീതത്തിലേക്ക് പോകാം. 10 മുതൽ 17 വരെ നിർത്തി നിർത്തി വായിക്കണം. നമ്മെ കുറിച്ച് എന്താണ് പിതാവായ ദൈവത്തിന്റെ പദ്ധതി നോക്കാം. സംഗീത പുസ്തകം 45 10 മുതൽ 17 വരെ. അല്ലയോ കുമാരി, ദൈവസഭയെ വിളിക്കുന്ന ശബ്ദം കേൾക്കുക. സാധാരണ യൗവനക്കാരായ കുഞ്ഞുങ്ങളെ വിവാഹത്തിൽ കൊണ്ടുവരുമ്പോ ഹല്ലേലൂയ സ്വന്തം ഹല്ലേലൂയ സ്വന്തം ക്രിസ്തീയ വിവാഹമാണെങ്കിൽ വായിച്ചു കേൾക്കുന്ന ഒരു ഭാഗമാണ് നിങ്ങൾ ഇപ്പോൾ വായിക്കുന്നത്. അല്ലയോ കുമാരി, കേൾക്കുക, നോക്കുക, ചെവിച്ചായിക്കുക. ആരെ നോക്കണം? നിന്റെ വേദപുരാനായ കർത്താവിനെ നോക്കണം. അല്ലയോ നീ ദൈവശബ്ദം കേൾക്കണം. ഇതാ ഞാൻ പറയുന്നത്, ഒരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ കുഞ്ഞ് ദൈവശബ്ദം കേൾക്കുന്ന, വചനം അനുസരിക്കുന്ന 2 യൗവനക്കാർ ഒരുമിച്ച് ചേർന്നാൽ അവിടെ ജീവിതം ആനന്ദമാണ്. ഇതുകൊണ്ട് പൗലോസ് ഇടയില്ല പിട കൂടരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദുഃഖമുള്ള എല്ലാവരും ഹല്ലേലൂയ. ഭയങ്കര സന്തോഷം. അടുത്ത്, അല്ലയോ കുമാരി കേൾക്കുക, അല്ലയോ കുമാരി കേൾക്കുക, നോക്കുക, ചെവിച്ചായിക്കുക. സ്വജനത്തെയും നിന്റെ പിതൃഭവനത്തെയും മറക്കുക. അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും. അവൻ നിന്റെ നാഥനല്ലോ. നീ അവനെ നമസ്കരിച്ചുകൊണ്ട് ലോകത്തിൽ എന്തൊക്കെ നിനക്ക് ലഭിച്ചാലും, നിനക്ക് ഭൗതികമായ ഒരു ഭർത്താവിനെ ലഭിച്ചു, ആ ഭർത്താവായ സഹോദരനെ നിനക്കൊരു ഭാര്യയെ ലഭിച്ചു. പക്ഷേ നീ അവനെ നമസ്കരിക്കണം. നിന്റെ ജീവിതം അനുഗ്രഹമാവണമെങ്കിൽ, നിന്റെ ജീവിതം സന്തോഷമാകണമെങ്കിൽ നീ അപ്പനെ നമസ്കരിക്കുന്ന, അവന്റെ ശബ്ദം കേൾക്കുന്ന, അവന്റെ വാക്കിൽ മറികടക്കുന്ന, അവന്റെ വചനത്തിൽ നിലനിൽക്കുന്ന ഒരു ജീവിതം നിനക്കുണ്ടാകണം. ആ ജീവിതത്തെ ക്രിസ്തീയത്വം വിളിച്ചത്. അതുകൊണ്ട് ദൈവസഭ പാടി ആഘോഷിക്കാൻ തുടങ്ങി. ക്രിസ്തീയ ജീവിതം
സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശുനായകൻ കൂട്ടാളിയായേ നഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശുനായകൻ കൂട്ടാളിയായേ ലോകത്തിൻ കാവുകൾ നീങ്ങിപ്പോയിരുന്നോ ലോകത്താരെല്ലാരും കൈവെടിഞ്ഞിടുമ്പോ ലോകത്തിൻ കാവുകൾ നീങ്ങിപ്പോയിരുന്നോ ലോകത്താരെല്ലാരും കൈവെടിഞ്ഞിടുമ്പോ സ്വന്തം സഹോദര തള്ളിക്കളയുമ്പോ യോസേഫിൻ ദൈവമയ കൂട്ടാളിയായേ സ്വന്തം സഹോദര തള്ളിക്കളയുമ്പോ യോസേഫിൻ ദൈവമയ കൂട്ടാളിയായേ ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം ഇന്ദ്രവിജയൻ ഉത്തമ സ്നേഹിതൻ ഇന്ത്യരാജാവൻ കൂട്ടാളിയായേ ഇന്ദ്രവിജയൻ ഉത്തമ സ്നേഹിതൻ ഇന്ത്യരാജാവൻ കൂട്ടാളിയായേ സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ഹല്ലേലൂയ. കർത്താവിന്റെ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുന്ന പാട്ട് പാടി ആരാധിക്കുന്ന പ്രതികൂലത്തിന്റെ നടുവിൽ പ്രശ്നങ്ങളുടെ നടുവിൽ തിരമാലകളുടെ നടുവിൽ വെല്ലുവിളിയുടെ നടുവിൽ സ്വാഗതങ്ങൾ വരുമ്പോ പരിശുദ്ധാത്മാവേ നീ ഞങ്ങളെ വിളിച്ചതാ, നീ ഞങ്ങളെ തെരഞ്ഞെടുത്തതാ, നീ എന്റെ അപ്പനാ, നീ എന്റെ സൃഷ്ടാവെന്നൊക്കെ പറഞ്ഞ് സ്തുതിച്ചുകൊണ്ട് ലോകത്തെ ഉളവാക്കിയ ദൈവത്തിന്റെ സ്ഥലം താഴ്ത്തി ഏൽപ്പിച്ച് ദൈവസഭ അല്ലെങ്കിൽ ദൈവമക്കൾ അടുത്തേൽക്കുമ്പോ അവൻ ഒന്നോ രണ്ടോ പേര് നാമത്തിലൂടെ കൂടിയാൽ ഞാൻ അവിടെ നടത്തിയ ഉണ്ടി എന്ന് പറഞ്ഞവൻ ഇറങ്ങി വന്ന് നമ്മെ സഹായിക്കും ദൈവ പൈതലേ. അതുകൊണ്ട് പറഞ്ഞു, അല്ലയോ കുമാരി കേൾക്കുക, നോക്കുക, ചെവി ചായിക്കുക, നിന്റെ സ്വജനത്തെയും പിതൃഭവനത്തെയും മാറ്റുക, അവൻ നിന്റെ നാഥനല്ലോ. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ഭർത്താവ് നാഥനാണോ? നാഥനെന്ന് പറഞ്ഞാൽ കൊടുക്കുന്നത്, പക്ഷെ എവിടെ കൂടെയൊക്കെ പോകുന്നു എന്നും എന്തൊക്കെ അനുഭവിക്കുന്നു എന്നും ഭാര്യയായ സഹോദരിമാർക്ക് അറിയണം. നിങ്ങളുടെ നാഥന്മാരെങ്ങനെ നടത്തുന്നത്? അതാ ഞാൻ പറഞ്ഞത്, ഇവിടത്തെ നാഥനെ കുറിച്ചല്ല പറയുന്നത്. അതൊരു പക്ഷെ കരുതലില്ലാതെ പോയേക്കാം, സംരക്ഷണം ഇല്ലാതെ പോയേക്കാം. നിങ്ങൾ ആഗ്രഹിച്ച ഏതൊക്കെ അഭിവൃദ്ധി ആ കുടുംബ ജീവിതത്തിനകത്ത് പക്ഷെ നഷ്ടപ്പെട്ടെന്ന് വന്നേക്കാം. പക്ഷെ അതിനടുത്ത് അകത്ത് അഭിവൃദ്ധി തന്ന് പോഷിപ്പിക്കുവാൻ കഴിവുള്ള ഒരു സർവശക്തനുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണമോ, യഹോവയുടെ സന്നിധിയിൽ ആ വിഷയത്തെ കൊടുത്ത് പ്രാർത്ഥിക്കാൻ ആരംഭിക്കണം. കുറവുകളെ പരിഹരിക്കുവാൻ അപ്പനോടെ ഇറങ്ങി വരും. അടുത്ത് സ്വാധിവാസികൾ ജനത്തിലെ ധനവാന്മാർ തന്നെ കാഴ്ചവെച്ച് നിന്റെ മുഖപ്രസാദം തേടും. അന്തഃപുരത്തിലെ രാജകുമാരി ശോഭ പരിപൂർണയാകുന്നു. അവന്റെ വസ്ത്രം പൊൻ കസവ് കൊണ്ടുള്ളത്. എന്തിനാ വസ്ത്രം കൊണ്ട് മറച്ചത്? ഞാൻ നോക്കി നിനക്ക് വേഗത്തിന് സമയമാണ്, മറ്റു ഭാഗത്ത് രക്തത്തിൽ കുടിച്ചിറങ്ങിയായിരുന്നു എന്നുള്ള എന്തിനാണ് അവന്റെ വസ്ത്രം കൊണ്ട് മറച്ച് നിന്നെ പൊൻ കസവുള്ള ചിലതൊന്ന് അണിയിക്കുവാൻ. മനസ്സിലാകുന്നുണ്ടോ? ഈ മൺപാത്രം പൊൻപാത്രമാക്കി മാറ്റുക. ഈ ഹീനമായ ലോകത്തിൽ ഒരു ഹീനയുടെ ജീവൻ നയിച്ച് നശിക്കുവാനുള്ള വിലയോ നീ മാനിക്കപ്പെട്ട് അവമാനിക്കേണ്ട സ്ഥലത്ത് മാനിക്കപ്പെട്ട് മാതൃയോടും ജയത്തോടും യേശു
ജീവിക്കുന്നു, ഞാൻ ജീവിക്കുന്നു അറിയുവാൻ നിന്നെ ഒരുങ്ങിയെടുക്കുകയാണ്. അവളെ സഭയെ കന്യകയെ ചിത്രത്തിലുള്ള വസ്ത്രം ധരിപ്പിച്ച് രാജസന്നിധിയിൽ കൊണ്ടുവരും. അവന്റെ തോഴിമാരായവർ കൂടെ നടക്കുന്ന കന്യകമാരും നിന്റെ അടുക്കൽ കൊണ്ടുവരും. നീ എങ്ങനെ വരും? സന്തോഷത്തോടും ഉല്ലാസത്തോടും വരും. അതുകൊണ്ട് പ്രവാചകൻ പറയാണ്, ജയത്തിന്റെ ഉല്ലാസത്തിന്റെ ഓട്ടം നീതിമാന്റെ കൂടാരത്തിലുണ്ട്. കണ്ടോ? അങ്ങനെ സന്തോഷത്തോടെ യൗവനക്കാരെയും ഇവിടത്തെ ജീവിതത്തിൽ പ്രവേശിച്ചു. എന്നാൽ അവിടുത്തെ മണവാളൻ വരും, ആത്മാവിന്റെ ഉള്ളിൽ വരുന്ന മണവാളൻ വരും. പ്രകൃതി പറഞ്ഞേ, ദൈവം, ദേഹി, ആത്മാവ്, മൂന്ന് ഘടകം. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് ജയാളിയായി വരും. തോറ്റവരല്ല, ജയിക്കുന്നവൻ വരും. നീ ചിന്തിക്കുന്നത്, നിരൂപിക്കുന്നത്, നിങ്ങൾ രഹസ്യങ്ങൾ പറയുമ്പോൾ കാണുന്നവൻ, നിന്റെ ജീവിതം എല്ലാം അറിയുന്നവരും അന്യാസ സഭകളെയും അല്പമെടുത്ത് മാറ്റിവെക്കുമ്പോ കാര്യം അറിഞ്ഞവൻ വരും. ഇത്രയ്ക്കോ എന്ന് ചോദിക്കും. മനസ്സിലാവുന്നുണ്ടോ? അവനാ നിന്റെ മേൽ വസ്ത്രമിട്ടവൻ, അവനാ നിന്റെ രക്ഷാവസ്ത്രം അണിയിച്ചവൻ, അവനാ നീതിയെ നങ്കി ഇടിച്ചവൻ, അവനാ നിന്നെ സ്തുതി എന്ന മേലാളയെ കൊണ്ടുവരുമ്പോ നീ തുള്ളിച്ചാൻ ആത്മാവിനെ ആരാധിക്കും. അത് ഇവിടെ മാത്രം പോരാ, വീട്ടിനകത്തും കൂടി ചെയ്യണം. വീട്ടിനകത്ത് മാത്രം പോരാ, നീ എന്ന പാത്രം കവിഞ്ഞൊഴിയണം. വീട്ടിനകത്തിരിക്കുന്നവർക്ക് വെളിച്ചമായി യേശു പറഞ്ഞു, വിളക്ക് കത്തിച്ച് മക്കളെ പായും കീഴല്ല പണ്ടിന്മേൽ വയ്ക്കണം. വീട്ടിനകത്ത് വരുന്നവർ ആ വെളിച്ചം കാണണം, അത് പുറത്തേക്ക് ഒഴുകണം. അടുത്തപ്പൻ പറഞ്ഞു, എന്നിൽ വിശ്വസിച്ച് ഒഴുകുന്ന തിരുവെടുത്ത് പറയുന്ന പോലെ ജീവജലനദികൾ ഒഴുകണം. ഹല്ലേലൂയ. യോഹന്നാൻ 7:37 ഹല്ലേലൂയ. ജീവജലനദികൾ ഒഴുകും. ആ ഒഴുക്കും ഉറവയും നിന്നിൽ തുറക്കാനോ നിന്നെ കൈകൊണ്ട് മറച്ചത്. അതിനെ അവൻ നോക്കിയപ്പോ പറയുന്നു, നീ ഹല്ലേലൂയ അതേ ലോകത്തിന്റെ ചിന്തയിൽ, ലോകത്തിന്റെ പ്രേമത്തിൽ പോയായിരുന്നു. പക്ഷേ ഞാൻ എന്റെ വസ്ത്രം നിന്റെ മേലെ വിട്ടു. മാറിൽ ചാരിടാം എല്ലാം പറയാം, വിശ്വസ്തനാകുന്നു വീരനാകുന്നു. മാറിൽ ചാരിടാം എല്ലാം പറയാം, വിശ്വസ്തനാകുന്നു വീരനാകുന്നു. ഹോസാന സന്തോഷത്തോടും ഉല്ലാസത്തോടും കൂടി അവരെ കൊണ്ടുവരും. അവർ രാജമന്ദിരത്തിൽ പ്രവേശിക്കും. കണ്ടോ? നിന്നെ വിളിച്ചത് ചുമ്മാ അനാഥത്വമല്ല. നിനക്ക് ഈ ഭൂമിയിൽ ചിന്തിക്കുമ്പോ തലമുറകൾ ജനിച്ചതാ പറഞ്ഞത്. നോക്കിയപ്പോ പ്രേമത്തിന് സമയമായി. പക്ഷേ നിനക്ക് അതിന്റെ സമയത്തെല്ലാം ചെയ്ത് നിന്റെ തലമുറയുണ്ടല്ലോ, എവിടെ ഇരിക്കണം? നിനക്ക് പകരം ഇരിക്കണം. ഒരു മോശയ്ക്ക് പകരം യോശുവയെ ഏൽപ്പിച്ചിട്ടില്ലേ? ഇതുപോലെ നിന്റെ തലമുറ ഇരിക്കണം. അതുകൊണ്ടാ പറഞ്ഞത്, പിതാക്കന്മാർ വെച്ചേച്ചു പോകരുത്, മക്കൾക്ക് അവകാശമായി ലഭിക്കണം. പിതാക്കന്മാർ വെച്ച ഭൗതിക പണമോ സ്വത്തോ അല്ല ദൈവമക്കളെ, അവിടെ പകർന്ന അഭിഷേക തൈലമല്ലോ, അത് മക്കളെ കത്തി പൊഴിക്കണം. ഹല്ലേലൂയ. അതിനവർ വീട്ടിലിരിക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുന്നത് കൈതിന്റെ അടയാളമായി കെട്ടേണം. ഓ, നിന്റെ കണ്ണുകൾക്ക് വചനം പട്ടമായി തീരണം. അതുകൊണ്ട് ആ വീട്ടിലിരിക്കും വചനം വായിച്ചു ധ്യാനിച്ചു പ്രാർത്ഥിക്കുന്നതായിരുന്നു. ഇതൊന്നുമില്ല. മക്കൾക്ക് ദിനാനം കൊടുത്ത് വലികെട്ട് വാരിക്കെട്ടി ട്യൂഷനോടെ പിള്ളേർ ടെൻഷനോടെ ശരിയല്ലേ? ഇല്ല. ദൈവവചനത്തിന്റെ ശക്തി കുഞ്ഞുങ്ങളുടെ ജീവിതം
ഒരുക്കുവാൻ, അവനെ പ്രാർത്ഥിച്ച് ആരാധനയിൽ ആത്മാവിൽ ബലപ്പെട്ട് എഴുന്നേറ്റില്ല എങ്കിൽ നാളെ നാം കരയേണ്ടി വരും. അത് വരാതിരിക്കാൻ അപ്പം മറത്ത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് യെശയ്യാവ് 49:15 പറഞ്ഞത്, ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച കുഞ്ഞിനോട് കർമ്മഭരിക്കുമോ? അവർ മറന്നു കളഞ്ഞാലും ഞാൻ അവനെ മറക്കയില്ല. ഇത് ധാരാളം പറയുക. മുൻപ് വെച്ച കുഞ്ഞിനെ എടുത്ത് കുപ്പത്തൊട്ടി കയറിയ അമ്മ തൊട്ടിൽ കൈമാറുക. ബാക്കി ഒന്നും പറയുന്നില്ല, സ്റ്റോപ്പ് ചെയ്യുക. അടുത്ത്, നിന്റെ പുത്രന്മാർ നിന്റെ പിതാക്കന്മാർക്ക് പകരമിരിക്കും. നിന്റെ പുത്രന്മാർ നിന്റെ പിതാക്കന്മാർക്ക് പകരമിരിക്കും. സർവ്വഭൂമിയിൽ നീ അവരെ സർവ്വഭൂമിയിൽ നീ അവരെ പ്രഭുക്കന്മാരാക്കും. ഹലോ, തല താഴ്ത്തി ഇരക്കുന്നവരാക്കി മാറ്റും. അങ്ങനെ ഞാൻ കണ്ടില്ല. എനിക്ക് ഭയങ്കര അതിശയം തോന്നി ആ ഭാഗം ധ്യാനിക്കുമ്പോൾ. അവരെ പ്രഭുക്കന്മാരാക്കി മാറ്റും. യാക്കോബേ, ഞാൻ നിന്നെ ഇസ്രായേൽ വിളിക്കാൻ നീ പ്രഭുവാ. നീ നമുക്ക് ആലോചന പറഞ്ഞു കൊടുക്കേണ്ടവരാ. കണ്ടോ, നിന്റെ തലമുറയെ പ്രഭുക്കന്മാരാക്കി മാറ്റാൻ വേണ്ടിയിരിക്കുന്നത്. പിന്നെ നീ കൈവിട്ടേക്കാം. സഹോദര സഹോദരി, നിങ്ങൾ കൈവിട്ടേക്കാം. ആത്മാവിലൂടെവനായ അപ്പനല്ലോ കൈവിടത്തില്ല, 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 കൈവിടത്തില്ല. അവൻ കാക്കുന്നവൻ, അവൻ സൂക്ഷിക്കുന്നവൻ, ഓമനെ പേച്ചൊല്ലി വിളിക്കുന്നവൻ, മാറുടയ്ക്കുന്നവൻ, തങ്കക്കിടത്തെ വിശ്വസമേ വയ്ക്കുന്നവൻ, നന്മയുടെ അനുഗ്രഹങ്ങളാൽ നിന്നെ എതിരേറ്റു വരുന്നവൻ. ഞാൻ ചെറുപ്പഴൊക്കെ പറയും, നിന്റെ അമ്മയോ അപ്പനോ സഹോദരനോ നിന്നെ കാണാൻ വരുമോ? ഒരുപക്ഷെ കാണാൻ വരത്തുമില്ല, വന്നാൽ തന്നെ ഒന്നും കൊണ്ടുവരത്തില്ല. സ്വർഗം വരുമോ? നന്മയുടെ അനുഗ്രഹങ്ങളാൽ വരും. നിനക്കൊരു കീലമായി വരും, കീലുമായി വരും. നീ ഭയപ്പെടാതെ, നീ ഭയപ്പെടാതെ, മനം കലങ്ങാതെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വാടിപ്പോകാതെ മനമേ, വാടിപ്പോകാതെ, കണ്ടുവന്ന അഴുത്തരേവൻ കൈവിടുമോ നിന്നെ, കൈവിടുമോ നിന്നെ. വാടിപ്പോകാതെ വാടിപ്പോകാതെ, സോർന്നു പോകാതെ മനമേ, സോർന്നു പോകാതെ. നമ്മളവൻ ജീവിക്കുകയാണ്, അവൻ വാഴുകയാണ്. അവൻ രാജാതി രാജാവായി മണവാട്ടിയാകുന്ന സഭയെ ചേർക്കാൻ വരും. അതുകൊണ്ട് അവന്റെ വസ്ത്രം കൊണ്ട് മൂടി മറച്ചത്. ഇസ്രായേൽ മക്കളെ പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവും വെച്ച് മിസ്രയീമിനും ഇസ്രായേലിനും തമ്മിലുള്ള വ്യത്യാസം വെച്ചത്. ധരിച്ചു പാർക്കുന്ന ജനം ജാതിയുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നതിന് പറഞ്ഞ് സംഖ്യാപുസ്തകം പറയുവാനെത്തുന്നത്. അതുകൊണ്ട് സംഖ്യാപുസ്തകം 23 പറയാണ്, അവൻ സിംഹിയെ പോലെ ബലം പ്രാപിച്ചു നിൽക്കുന്നു എന്ന്. ദൈവസഭ തലമുറിഞ്ഞ സഭയല്ല, ദൈവസഭ ആത്മാവിൽ എഴുന്നേൽക്കുന്നവരാണ്. ഏത് പ്രതികൂലങ്ങളുടെ നടുവിലും, ഏത് പ്രശ്നങ്ങളുടെ നടുവിലും, നിന്റെ തലകുനിക്കുവാൻ നോക്കുന്ന നടുവിൽ നിന്നെ മാനിച്ചു ഉയർത്തുന്ന ദൈവമാണ്. അതാണ് ഞാൻ പ്രഭുക്കന്മാരായി നിന്റെ തലമുറയെ ഞാൻ മാറ്റും, പ്രഭുവാക്കി മാറ്റും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ചിലർക്ക് ചില പ്രശ്നങ്ങളുള്ളതായി ചെയ്തു പോകും. ഞാനൊന്നും ആ വിഷയത്തിൽ അനുഭവമില്ല. യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായം 29 പറയട്ടെ. യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായം 29. മണവാളന്റെ സ്നേഹിതനോ, മണവാളന്റെ സ്വരം, അവന്റെ ശബ്ദം കേൾക്കും. ദർശനത്തിൽ വാഗ്ദത്തങ്ങളിലൂടെ കേൾക്കും, പ്രാർത്ഥന ഇരിക്കുമ്പോൾ കേൾക്കും. ചില പറയില്ല, ദൈവശബ്ദം കേട്ടു.
മണവാട്ടിയോ മണവാളന്റെ സ്വരം കേൾക്കും. അപ്പൻ വിളിക്കുന്നത് മക്കൾ തിരിച്ചറിയുമ്പോൾ മക്കളാൽ നമ്മൾ കേൾക്കും. സഭ കേൾക്കും. മണവാട്ടിയാവുന്ന സഭ കേൾക്കും. അതുകൊണ്ട് കഥവൻ ഞാൻ എന്റെ സഭയെ പണിയും. അവൻ നിങ്ങളെ വിളിക്കുകയാണ് അവന്റെ സാന്നിധ്യം ജീവിപ്പാൻ. അതുകൊണ്ട് അവന്റെ കാലിൽ സന്നിധിപ്പെടുത്താൻ മതി. ഞാൻ പറയും കൂട്ടമിട്ട് ചാടുന്നു പറയും. ഇരമ്യാവിന്റെ പ്രവചനം 3:14 നോക്കാം. ഇരമ്യാവ് 3:14. ഇരമ്യാ പ്രവചനം 3-ാം അധ്യായം 14-ാം വാക്യം. എന്തോ കേട്ടില്ല. വിശ്വാസത്തിന് വേണ്ടി ത്യാഗം ചെയ്യുന്ന ദൈവസഭയെ മടങ്ങി എന്ന് യഹോവയുടെ അരുളപ്പാട്. ശ്രദ്ധിച്ചോ, ഞാനല്ലോ നിങ്ങളുടെ ഭർത്താവ്. ഹലോ, എന്ന് പറയാ പട്ടണത്തിൽ നീ രണ്ടുപേരെ എടുത്ത് സിയോനിലേക്ക് എന്ന സന്തോഷത്തിലേക്ക്. ദൈവം അവരെ എടുക്കാൻ ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ വിട്ടിട്ട് ഓടുമ്പോഴാ ചില മുറിവുകൾ വേഗം ഉണ്ടാകും. അവരെ നിയമിക്കുള്ളതാ. നമ്മൾ അവരൊക്കെ പിന്നെ കുഴപ്പമില്ല, അവരൊക്കെ അങ്ങനെയല്ലേ ജീവിക്കുന്നത്, എനിക്കും അങ്ങനെയൊക്കെ ഒന്ന് പോകണം. അപ്പോഴാ ചില തട്ടുപോട്ട് കിട്ടുന്നത്. നമ്മളെ എടുക്കാൻ വേണ്ടി തീരുമാനിച്ചു സിയോനിലേക്ക് കൊണ്ടെത്തിയ സന്തോഷത്തിലേക്ക്. അപ്പൊ നിങ്ങൾ അല്പസമയം കൂടി എനിക്കൊന്ന് ലോകത്തിൽ ചെയ്യണം. ഞാനിത് നേരത്തെ പറഞ്ഞു, പിള്ളേർ പറയുന്നത് പൊളിച്ചിരിക്കണം. അപ്പൊ അവരത് പൊളിക്കും. പൊളിച്ചിട്ട് പറയും ഇനി വാ. അപ്പൊ പറയും കർത്താവ് ഞാൻ ഇങ്ങനെ നടക്കുക പൊളിഞ്ഞ് നടക്കുക. കർത്താവ് എന്റെ കുടുംബ ജീവിതം ഞാനേ പൊളിഞ്ഞിട്ട് കുടുംബജീവിതം പൊളിഞ്ഞിട്ട് നിങ്ങൾ പൊളിഞ്ഞ നിങ്ങളുടെ കുടുംബജീവിതം പൊളിയും. അതൊരു മാറ്റമില്ല. പൊളിഞ്ഞ് നടക്കുന്നു പോയി നല്ല വീട്ടിൽ മാറുന്നു ഇല്ല, പൊളിഞ്ഞെടുത്തേ കിടക്കുന്നു. ആ വാക്ക് പറഞ്ഞ് പ്രസംഗിക്കാൻ പറയുന്നുണ്ട്. മുൻപോട്ട് പോയിടാം. ഹല്ലേലൂയ 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 ആമേൻ. ആകയാകാരം നൽകിയിടും വിശ്വമായ നടത്തിയും വിശ്വസ്തനെ വിളിച്ചതാം നടത്തും അന്ത്യം വരെ. ഹല്ലേലൂയ 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 ആമേൻ. ദൈവം ഏവരെ ആദരിക്കുന്നവൻ യഹോവയ്ക്കായി കാത്തിരുന്നു. അവരിലേക്ക് ചാഞ്ഞു നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേരിൽ രക്ഷിക്കുന്നവൻ യഹോവയെ. ജീവിതത്തിൽ അലകളിൽ ജീവിതമാകുന്ന പടയിൽ അകടിക്കുമ്പോ പകുതി പോകുവാൻ കടന്നു പോകുവാൻ ഈ ജീവിതമാകുന്ന പടകൾ കടന്നു പോകുവാൻ അനുവദിക്കുന്നവനല്ല. നിങ്ങൾ ചാരനെ ചോദിക്കുമ്പോൾ പ്രതികൂലമാകുന്ന കടലിനെയും കാറ്റിനെയും ശാസിച്ച് തന്റെ സ്നേഹിതരെ ഉറപ്പിച്ചവൻ അവനെ സ്നേഹിക്കുന്ന അവന്റെ മക്കളാകുന്ന ദൈവസഭയെ ഒരിക്കലും കൈവിടുന്നവനല്ലേയല്ല. ആ അപ്പൻ സ്നേഹിക്കുകയാണ്. ആ അപ്പൻ ഹൃദയവാസികൾ മുട്ടുകയാണ്. ആയിരിക്കോ ചിലർ കൂടി അവന്റെ ആലയത്തിനകത്തു വന്ന് ഒരുമിച്ച് അത്താഴം കഴിപ്പാൻ അവൻ ആഗ്രഹിക്കുകയാണ്. ദൈവഭയത്തിലെ നീ ആയിരിക്കുന്നുണ്ട്. നിനക്ക് ദൈവത്തോട് ഭയം കഴിയുമോ? നീ ഭവനത്തിനകത്തിൽ നിന്നെ കേൾക്കുകയാണ്. നിനക്ക്
ഗ്രഹിക്കുവാൻ കഴിയുന്നുണ്ട്. എവിടേക്കോ കർത്താവ് തൊടുന്നുണ്ട്. എവിടേക്കോ ഏതൊക്കെയോ മേഖലകളെ അവൻ തൊടാൻ പോവുകയാണ്. എവിടേക്കോ നിന്റെ ജീവിതത്തിലെ തകർന്നു പൊളിഞ്ഞടിഞ്ഞ ജീവിതത്തെ നിന്നെ സ്നേഹിപ്പാൻ കരുതാനില്ലെന്ന് ചിന്തിച്ച ഇടത്ത്, നിന്നെ മാറ്റി നിർത്തിയ ഇടത്ത് നല്ലൊരു ആവശ്യം നിന്നെ ചേർക്കത്തില്ല. എല്ലാം കഴിഞ്ഞതിന് ശേഷം നിന്നെ അറിയിക്കുകയോ നിന്നെ അറിയിക്കാൻ പറ്റാതെ എന്ന് അങ്ങനെയല്ല. അതാ ഞാൻ പറഞ്ഞ പൊളിഞ്ഞു കിടക്കുന്നവർക്ക് പൊളിഞ്ഞവരെ കാണത്തുള്ളൂ. പണിതുറപ്പിച്ചു നിൽക്കുന്നവരെടുക്കൽ എല്ലാവരും ഒരുമിച്ച് കൂടും. ഇതുപോലെ ദൈവമൈതലേ നിന്നെ ചേർത്താൽ പൊളിക്കാത്തവരുണ്ട്, തകർക്കാത്തവരുണ്ട്, സ്നേഹിക്കുന്നവരുണ്ട്, മാനിക്കുന്നവരുണ്ട്. നീ എനിക്ക് വേഗം മാന്യമായി സ്നേഹിച്ചിരിക്കാൻ ഞാൻ നിനക്ക് പകരം ജാതികളെയും മറ്റു മനുഷ്യരെയും കൊടുക്കും. അണയ്ക്കുന്നവരുണ്ട്, അവന്റെ കരത്തിലാണ്. നീ മരുഭൂമിയിലല്ല, നീ ആറ്റയിലെത്താണ്. ആറ്റയിൽ നട്ടിരിക്കുന്നതും അക്കാലത്ത് വരണ്ടാക്കുന്നതും ഇരവാടത്തുമായ വൃക്ഷം പോലെ ദൈവമല്ലേ നിന്റെ ജീവിതത്തെ മാറ്റുന്ന ഒരപ്പനില്ല. ദൈവം വായിച്ചോ ഇരമ്യാവ് 3:14. പട്ടണത്തിൽ ഒരുത്തനെയും വർഷത്തിൽ 2 പേരെ എടുത്ത് സീയോനിലേക്ക് കൊണ്ടുവരും. എഫെസ്യലേഖനം 5-ാം അധ്യായം 32 വേഗത്തിൽ വായിച്ചു. എഫെസ്യലേഖനം 5-ാം അധ്യായം. ഈ മർമ്മം വലിയത് ഞാൻ ക്രിസ്തുവിനെയും സഭയെ കുറിച്ചത്രേ പറയുന്നത്. എന്നാൽ നിങ്ങളും അങ്ങനെ തന്നെ ഓരോരുത്തരും തന്നെ പോലെ തന്നെ സ്നേഹിക്കണം. യേശു തന്നെ പോലെ സ്നേഹിച്ചത് കൊണ്ട് സഭയ്ക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു. ഭാര്യയുടെ എല്ലാ സൗകര്യമായി കേൾക്കണം. ഭാര്യയ്ക്ക് വേണ്ടി മരിക്കേണ്ടി വന്നാലും അവരെ സൂക്ഷിക്കണം. അതുകൊണ്ടാണ് തുടങ്ങിയിരിക്കുന്നത്. അവൻ അവളെ വചനത്തോടു കൂടി ദർശനത്താൽ വെളിപ്പാക്കി കാള ചുരുക്കമൊന്നും കൂടാതെ സൂക്ഷിക്കണമെന്ന്. ആരെ ഉത്തരവാദിത്വമാണ് ഭാര്യ സൂക്ഷിക്കേണ്ടത്? ഞാൻ അതുപോലെ നിർത്തി. ിലേക്ക് പോകുമ്പോ അവിടെ ചിലർ ആരാധിക്കുകയാണ്. അങ്ങനെ ഒരു ഭവനത്തിനകത്ത് ആരാധന പൊങ്ങണമെങ്കിൽ ആ കുടുംബത്തിന് നാളെന്ന പുരുഷനുണ്ടല്ലോ, അവർ ആരാധിക്കുന്നവരാണ്. വായിച്ചു യെശയ്യാവ് 6:3. ഒരുത്തനോട് സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ സർവ്വഭൂമിയുമല്ല മഹത്വം പറഞ്ഞു. നീ യാത്രയിൽ ആരാധിക്കുന്നത്, നീ യാത്രയിൽ നീ വരും. നീ ഒരു വാഹനത്തിൽ യാത്രയിലാണ്, നീ ഒരു നിന്റെ ബസ്സിൽ കയറി ടിക്കറ്റ് ഒതുങ്ങിയിരിക്കുകയാണ്. നീ അപകടത്തിൽ നിന്ന് ആത്മാവിൽ ആരാധിക്കുമ്പോൾ അറിയാതെ അസാനത്തിൽ വഴി വരും. മറ്റുള്ളവരെ കാര്യം കൊണ്ട് നീ ഒതുക്കി പിടിക്കും. എത്രയോ പ്രാവശ്യം രക്ഷിക്കുന്നത് ഉണ്ടാകുമെന്ന് അറിയാം. വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ ആത്മസാധന വരും. നീ എവിടെ ഇരുന്നാൽ ആത്മാവ് നിന്നെ കയറി പിടിക്കും. അതാ ആത്മാവ് എപ്പോൾ അനുസരിച്ച് ജീവിക്കുന്ന മക്കളെ പോടാൻ അവരെ ഒന്നുകൂടി ബലപ്പെടുത്താൻ ആത്മാവിനെ കാത്തിരിക്കുക. നീ ലോകത്തിന്റെ കാര്യം പറഞ്ഞ് ചിരിച്ച് കളിച്ച് ഇപ്പോഴത്തെ മകളിൽ കറിയും പറഞ്ഞ് വഴിയിൽ കറിയും പറഞ്ഞ് നടക്കുമ്പോ തമ്പുരാനെ കുറിച്ച് പറയണം. മാർഗത്തിൽ പോയാൽ തമ്പുരാൻ കൂടെ വരേണ്ട പറയണം. യേശുവിനെ സ്നേഹിക്കുന്ന പറയണം. പറയാൻ കഴിയണം. കൂലിപ്പണിക്ക് പോയി അവിടെ പറയാൻ കഴിയണം, എന്റെ വീട്ടിൽ യേശു വന്നു. ഇത് അവിടത്തെയും ഇവിടത്തെയും മകളിൽ കഥയും പറഞ്ഞ് നടന്നിട്ട് നിന്റെ എങ്ങനെ സാധിച്ചു പറയണം? നിന്റെ വാക്ക് കേൾക്കുന്നതിന് സാധിച്ചു പറയണം. ഓരോരുത്തരും എങ്ങനെ ഉത്തരവാദിത്തം വാക്കുകൾ ക്രിയയോട് കൊടുക്കും. അത് മനസ്സിലാക്കണം. അടുത്ത് കിട്ടും. അടുത്ത് അവർ ആർക്കുന്ന ശബ്ദത്താൽ നല്ല ആരാധന. ഇവിടെ ആരാധിക്കുന്നതല്ലേ? നിങ്ങളൊക്കെ ഒരിക്കലും വനമൊക്കെ പറഞ്ഞു ആരാധിക്കുക, പ്രാർത്ഥിക്കുന്നൊക്കെ പറഞ്ഞു. ഇന്നലെ നിങ്ങൾ പാടി ഒരു
വരുമ്പോൾ നമ്മൾ ആരാധന ചെയ്യുമ്പോൾ തുടക്കത്തിൽ നമ്മൾ ആരാധിക്കാൻ പറയുക, സ്തുതിക്കാൻ പറയുക, ഒരുങ്ങാൻ പറയുക, ഒരുക്കുക മനുഷ്യൻ അല്ലേ? ആരാധന വെളിപ്പെടുന്ന സാന്നിധ്യം മറ്റൊന്നിൽ വെളിപ്പെടത്തില്ല. ദൈവമേ, ആരാധന ഇറങ്ങി വരുന്ന മഹത്വം തീ പിടിക്കുന്ന പോലെ വേറൊന്നിൽ പ്രാപിക്കാൻ കഴിയത്തില്ല. ആരാധിക്കുമ്പോൾ ഇറങ്ങി വരുന്ന മഹത്വം നിന്റെ ഹൃദയത്തിലെ എല്ലാ വ്യസനത്തെ എടുത്ത് മാറ്റും, നിന്റെ രോഗത്തെ തകർക്കും. അതുകൊണ്ട് ആ പാട്ടുകാരൻ പറഞ്ഞു, ആരാധിക്കുമ്പോൾ ബന്ധന വഴിയും ബന്ധു വഴിയും ആരാധന വിടുന്ന നടക്കുന്ന ആരാധനയില്ല സ്തോത്രം. കാര്യങ്ങളെല്ലാം പൊട്ടി മാറുന്നത് നിനക്കെതിരെ വല്ലതും കെട്ടിപ്പായി വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം പൊട്ടിച്ചെറിയുന്ന ആരാധനയില്ല. പിന്നെ ഇതെല്ലാം കൂടെ വെച്ചുകൊണ്ട് പാടി ഇങ്ങനെ ഇരുന്നിട്ട് ഒരു സമയം പറ്റുമ്പോൾ രണ്ട് കൈയും തട്ടി പൊട്ടിപ്പോണ പരിപാടിയല്ല ആരാധന. ആരാധന ആത്മാവില. അങ്ങനത്തെ കയറി ആരാധിച്ചു വെട്ടണനെ വെട്ടുവാൻ, തകർക്കുവാൻ, ഉടയ്ക്കുവാൻ. അതാ ഞാൻ പറഞ്ഞ നീതിമാന്റെ അവകാശത്തിന് ദുഃഖത്തെ ചെങ്കോലിക്കത്തില്ല. വല്ലതൊക്കെ വന്ന് കയറിയാൽ നിന്നെ ഒതുക്കാൻ വേണ്ടി, ഒതുക്കി കെട്ടാൻ വേണ്ടി നീ പോലും അറിയാതെ വല്ല വായി തിരിച്ച വല ഇരിക്കുന്നവരെ കാൽ വായിൽ അകപ്പെടണമെങ്കിൽ നീ അവരെ ആരാധിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ആരാധിക്കേണ്ട സമയം നമ്മളങ്ങോട്ട് ആരാധിച്ചു കയറും. നമ്മളിത് ആരാധിക്കേണ്ട സമയം നമ്മളിങ്ങനെ ആകുമ്പോഴേ ഞാൻ ചിന്തിച്ചു കൊണ്ടായിരിക്കും കേട്ടോ. നിങ്ങൾ ക്ഷമിച്ചോട്ടെ. തൊഴിലൊക്കെ പോയാൽ നിങ്ങൾ കഞ്ഞൊഴുകി കൊണ്ട് കഴിക്കാൻ പറ്റുമോ? അല്ല നിങ്ങളുടെ കാലം കഴിക്കുകയാണ്, തൊഴിലൊക്കെ കഴിക്കുകയാണ്, അവിടെ ഇരിക്കാൻ പറ്റും. ആരാധിക്കുമ്പോൾ ചിലർക്ക് അല്പസമയം 10 മിനിറ്റ് പറഞ്ഞാൽ ഒരിക്കലും ഒതുങ്ങിയിരിക്കണം. നിങ്ങളെ വഴക്ക് പറയല്ല, ഈ ആരാധിക്കാൻ സമയം നടത്തി നമുക്ക് നിന്റെ ശരീരത്തിൽ ഇത് സംഭവിക്കും. ഞാൻ നിങ്ങൾക്ക് ബലപ്പെടാൻ വേണ്ടി പറയുക, ഈ ബലങ്ങളിലേക്ക് ഒന്ന് മാറി തകർത്ത് ബലപ്പെടാൻ വേണ്ടി പറയുക. ആരാധിക്കുന്ന സമയം ആരാധിക്കുന്ന സമയം ഉണ്ടല്ലോ. എന്റെ പ്രസംഗം 1 മണിക്കൂർ അതി നീണ്ടുപോകും. ഈ സമയം വെറുതെ ഇരിക്കുകയാണ്. അപ്പോഴെനിക്ക് നിങ്ങൾ തോന്നിയില്ലല്ലോ. പിന്നെ എനിക്ക് ആരാധിക്കുന്ന പറയുമ്പോൾ ഇരിക്കണേ വഴക്ക് പറയായിരിക്കും. ആ ശകലം പറയാതെ ചെയ്യാകത്തില്ല. ആരാധിക്കുന്നത് എന്നെയല്ല, എന്റെ അമ്മയാണ്. ഞാൻ നിങ്ങൾ ആരാധിക്കുന്ന ആരാധനയാ. ഇവിടെ ഒരു ആരാധന നിങ്ങൾ വായിക്കുന്നത് അവിടെ എന്താ പറയുന്നത്? 2 കൊണ്ട് വായിച്ചോ, വായിച്ചോ, ഈ വായിച്ചോ, കുലുങ്ങി നിറഞ്ഞു. അപ്പോൾ ഞാൻ എനിക്ക് അയ്യോ കഷ്ടം. വായിപ്പിച്ചുകൊണ്ട് ശബ്ദത്താൽ ഉമ്മരപ്പുറ അടിസ്ഥാനങ്ങൾ കുലുങ്ങിയ ഉടയേണ്ട പൊട്ടണ്ടോണ്ടെങ്കിൽ പൊട്ടണം. ആരാധിച്ചു പൗലോസിയാസ് അടിസ്ഥാനം കുലുങ്ങി ചങ്ങല കഴുകി വീണ നല്ലോ കഴുകി വീഴണമെന്നേ ഇന്നും പകൽ ചിലർക്ക് അഴുകി വീഴും. എത്ര വിശ്വസിക്കും? ഇന്നും പകൽ ചില അഴുകി വീഴാൻ പോവുകയാണ്, ചിലർ പൊട്ടാൻ പോവുകയാണ്. കഥ പറയല്ല. എന്റെ അകത്താത്മാവ് വെളിപ്പാടും വചനത്തെ ഞാൻ പ്രസംഗിക്കുന്നത് ആ വചനത്തിന്റെ ശക്തിയാണ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് ആരാധിക്കുമ്പോൾ ഒതുങ്ങി കയറി ഇരിക്കണമോ എന്ന്. ആരാധിക്കുമ്പോൾ കെട്ടുകളെ പൊട്ടിച്ച് നീ പ്രാർത്ഥിച്ചൊന്ന് ബലപ്പെടണം. അയ്യോ ചേട്ടന്മാരെ എന്ത് ചെയ്യണം? സർവ്വഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പണിയുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി. അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പണിയുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി. അടുത്ത് ആലയം പോകൊണ്ട് നിറഞ്ഞു. അപ്പോൾ ഞാൻ എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത ആദരങ്ങൾ മനുഷ്യൻ. അവിടത്തെ ആരാധന കണ്ടപ്പോ കണ്ടവൻ പറയുക ഞാൻ നശിച്ചവരാ. ഈ വാക്ക് എനിക്കില്ല. കാരണം എന്റെ ജീവിതത്തിൽ കുറവുണ്ട്, പ്രശ്നങ്ങളുണ്ട്. തമ്പുരാനെ മറച്ചിട്ടില്ല. ഹലോ, നേരത്തെ പറഞ്ഞില്ലേ അവന്റെ വസ്ത്രം തിരിച്ചു പറഞ്ഞില്ല. ഇവിടെ നീ ശ്രദ്ധിക്കണേ. ഇവിടെ പറയുകയാണ് അയ്യോ കുറവുള്ളവരാ. കാരണം ഞാൻ ജീവിക്കുന്നത് കണ്ടതും കേട്ടതും ഒക്കെ സംസാരിക്കും. ഞാൻ എന്ത് പറഞ്ഞില്ലേ? ഇച്ചിരി കഥ പറയും, മൈലിക്കഥ പറയും, ബൈബിളിക്കഥയൊക്കെ പറഞ്ഞു, സിനിമക്കഥയും പറഞ്ഞു, സീരിയൽ കഥയും പറഞ്ഞു ജീവിതമില്ല എന്ന് നിങ്ങൾ പറയുന്നത് പോലെ ഇത്തിരി പ്രാർത്ഥിക്കാൻ നേരിച്ച പോലും അവിടെ നിന്നോട്ട് കയറി വരും. പ്രാർത്ഥനാ സമയത്ത് തകർക്കാൻ വേണ്ടി എന്നൊക്കെ ചിന്തിക്കുന്ന പോലെ ഇവിടെ ഒരു ചിന്തകനായ യെശയ്യാവ് വലിയ പ്രവാചകനായ മാറിയവൻ പറയുകയാണ് ഞാൻ ശുദ്ധിയില്ലാത്ത അങ്ങനെ
ആയിരിക്കുന്നത്. അങ്ങനെ അവർ പലതും പറയുമ്പോൾ വേറെ ഒന്നും പറഞ്ഞില്ലെങ്കിൽ അത് യെസ് പറയുന്നത് ശരിയെന്ന് നിങ്ങൾ വാദം ചെയ്യണം. ഇതാണ് യെശയ്യാവ്. നിങ്ങൾ പറഞ്ഞത് ഇതാണ് യെശയ്യാവ്. ഒരുവൻ പറയുന്നത് നശിച്ചു, ശുദ്ധിയില്ലാത്ത എന്റെ ജീവിതം. അതുകൊണ്ട് പലരും കേൾക്കുമ്പോ ഞാൻ ഉയർന്നോ ചിന്തിക്കേണ്ടതിന് പകരം ലോകത്തുള്ള ചിന്തയിലായിപ്പോയി. അങ്ങനെ എന്റെ ജീവിതം ഒരു വല്ലാണ്ടായിപ്പോയി. ഇവന്റെ ഹൃദയത്തിന്റെ വേദന കണ്ട തമ്പുരാൻ കൊടി കൊണ്ട് കാലെടുത്ത് ഓരോ വാക്കി കൊണ്ട് ഇതാണ് ആരാധന. അതാണ് പറയുന്നത്, ആരാധനയ്ക്ക് തീ പിടിക്കണം. തീ പിടിച്ചില്ലെങ്കിൽ ആരാധന. തീ പിടിക്കുമെങ്കിൽ കെട്ടുപോട്ടും, തീ പിടിക്കുമെങ്കിൽ ബന്ധനമണിയും, തീ പിടിക്കുമെങ്കിൽ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ സഹോദരങ്ങളെ, അല്പസമയം ശരീരം എത്ര ബലഹീനമാണെങ്കിൽ ഈ ശരീരം ഭൗതിക ശരീരം ബലഹീനമുള്ളത്. ആത്മാവ് ഒരു ബലഹീനല്ലേ? മനസ്സിലായില്ല? ആത്മാവ് ഒരു ബലഹീന. ആ ആത്മാവിന്റെ ശരീരം ഇറങ്ങി വന്ന ബലഹീനൊക്കെ മാറും, രോഗമൊക്കെ മാറും. കഴിഞ്ഞ ദിവസം ഞാൻ കായപ്പുറത്തേക്കായിരുന്നു. നിൽക്കുന്ന സമയം ഓടി വന്ന ഒരു സഹോദരനെ കെട്ടിപ്പിടിച്ചു. എനിക്കൊന്നും മനസ്സിലായില്ല. ചുമ്മാ ഒരു പട്ടാളക്കാരൻ കൈ കൊടുക്കുമ്പോൾ ഞാൻ കെട്ടിപ്പിടിക്കാൻ വേണ്ടി കൈ ആഗ്രഹിച്ചു. ഞാൻ സാധനം വേറെ എന്താണ് സംഭവിച്ചെന്ന് അറിയത്തില്ല. പക്ഷെ മനസ്സിലായില്ല. 5 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ ദൂത് പറഞ്ഞില്ലേ, നിന്നെ ഇങ്ങനെ ഇരിക്കാനാണ് നീ കണ്ടത്, ആരാധിക്കാനാണ് കണ്ടത്. ഞാനും ആരാധിക്കാൻ തുടങ്ങി. അന്ന് മുതൽ എനിക്ക് ആരാധിക്കണമെന്ന് ഞാൻ കുറേ ദൈവദാസമാണ്, ഉന്നത ദൈവദാസങ്ങളുടെ പേരോട് ഞാൻ അവരെ കൂട്ടത്തിൽ ജീവിതമുണ്ട്. പക്ഷേ നിങ്ങൾ ആ ദൂത് പറഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു ആ പാസ്റ്റർ ഓനെ കുറിച്ചായിരിക്കും ഇല്ല, കുരുങ്ങിയിരിക്കുന്ന കുറിച്ച് പറയുന്നത് പറഞ്ഞ് നിങ്ങളെ കൈ നോക്കി. ഇന്ന് എനിക്ക് 2 സഭയുണ്ട്. ഒന്ന് കായപ്പുറത്ത്, ഒന്ന് സ്കോട്ടമ്പുളിൽ. എന്റെ സഭയിൽ പറഞ്ഞ് നിങ്ങൾക്ക് സഹിക്കാൻ അപ്പനെ വിളിച്ച് പറയണേ, ഇന്നലെ ഞാൻ നമ്മളോട് പറഞ്ഞില്ലേ ആ പാസ്റ്റർ എന്ന് പറഞ്ഞ് അമ്മായി അപ്പനെ വിളിച്ചെന്നെ കാണിച്ചു കൊടുക്കുക. ആ അപ്പം വന്ന് കൈ തന്നിട്ട് പോയി എന്ന് പറഞ്ഞു, സാറേ ഞങ്ങൾ വിളിക്കും പറഞ്ഞേ അവർ വരാം. മനസ്സിലായോ? ഇതാ ഞാൻ പറയുന്നത്, കുഞ്ഞെ തീ പിടിപ്പിക്കാനൊരു സമയമുണ്ട് തന്നെ, തൊടാനൊരു സമയമുണ്ട് തന്നെ, ഞാനത് കേൾപ്പിക്കാനൊരു സമയമുണ്ട് തന്നെ. ആ സമയത്ത് കേൾക്കുമ്പോൾ നീ വിചാരിക്കും എല്ലാം തകർന്നു, പ്രതീക്ഷ നഷ്ടപ്പെട്ട് പ്രത്യാശ നഷ്ടപ്പെട്ടിരുന്ന സമയത്തായിരിക്കും നമുക്ക് ഒരു പ്രതീക്ഷയിൽ അവൻ പറയാതെ ഞാൻ നശിച്ചു, ശുദ്ധിയില്ലാത്ത തലമുള്ള മനുഷ്യനാണ്, എനിക്ക് രക്ഷപ്പെടാൻ ഒരു വഴിയില്ല. ഇവരോട് പറയാണ് എനിക്ക് വേണ്ടി ആര് പോകും? ഇവർ തീ കൊണ്ട് തൊട്ട് കഴിഞ്ഞു, തീയുടെ അഭിഷേകം വന്നു കഴിഞ്ഞു. ഉടനെ അവന്റെ അവസ്ഥ മാറിയിട്ട് പറയാണ് ഞാൻ പോരാ, എനിക്ക് വേണ്ടി ആര് പോകുമെന്ന് കേൾക്കുന്ന യഹോവയുടെ ശബ്ദം കേട്ടിട്ട് അടിയനതാ അടിയനായിരിക്കണമേ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ അമ്മയോട് ചോദിച്ചോ, അപ്പനോട് ചോദിച്ചോ, അപ്പ ഞാൻ സുവിശേഷനിലേക്ക് വേണ്ടേപ്പ തീ ഇറങ്ങിയ ഇതാ നിങ്ങൾ നേരിടുന്ന പട്ടണത്തിൽ നിന്ന് ഇതുവരെ ഞാൻ കാര്യത്തിരിക്കുന്നു. മനസ്സിലായോ? പോകുമ്പോ പ്രാർത്ഥനയുണ്ടെങ്കിൽ 2 കുഞ്ഞാവണ്ടി പറയുമ്പോൾ ഉണ്ടാണ്ടിരിക്കുന്നു. നല്ല പിടിക്കാത്ത നിങ്ങൾ തമ്മിൽ വിടത്തില്ല. പക്ഷെ നിങ്ങൾ പൊക്കിയെടുക്കേണ്ട സമയത്ത് എന്നോട് അങ്ങനെ ചോദിച്ചോ, നിങ്ങൾ പൊക്കിയെടുക്കേണ്ട സമയത്ത് അവൻ പൊക്കിയെടുത്തിരിക്കും. അത് സത്യമായി. ചില ഇന്ന് ആരാധന പൊക്കിയെടുക്കാൻ പോവുകയാണ്, ചില പുത്താൻ പുറത്തിടാൻ പോവുകയാണ്, പുത്തൻ അഭിഷേകത്തിന് പാചകം പോവുകയാണ്, ചില ദൈവത്തിന്റെ ആലയെ തലവലിപ്പെടാൻ പോവുകയാണ്, ചില ആത്മനിയോഗങ്ങൾ ഇറങ്ങാൻ പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മുഖത്തെ തകർക്കുന്ന ഒരു അഭിഷേകത്തിന്റെ ആക്കിനകത്ത് കത്തിപ്പടാൻ പോവുക. ഞാൻ തമാശക്കടയിൽ പറഞ്ഞത് ആ വചനത്തിന്റെ വെളിപ്പാടിലായിരിക്കുന്നത്. ആ വചനത്തിന്റെ ശക്തി നിങ്ങളെ പിടിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആത്മാവോടെ പ്രാർത്ഥിക്കാൻ എന്നിട്ട് ലോകത്തിൽ പ്രാർത്ഥിക്കണം. ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. അപ്പന്റെ കരുത്തിൽ ഏൽപ്പിക്കാം. ഓ ഹല്ലേലൂയ. യെശയ്യാവ് കാണുന്നതാണ്